വളരെ ആത്മവിശ്വാസത്തോടെയായിരുന്നു മൂന്നാം ദിവസത്തെ ദൗത്യം ഈ ദൗത്യ സംഘം തുടങ്ങിയത്. 200 അംഗ സംഘമാണ് ഈ മൂന്നാം ദിവസം വനത്തിലേക്ക് കയറിയത്. രാവിലെ ശുഭപ്രതീക്ഷകൾ പങ്കുവെച്ചുകൊണ്ടാണ് ഉന്നത ഉദ്യോഗസ്ഥരടക്കം സംസാരിച്ചത്. പക്ഷേ ഇന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും ആന പിടികൊടുക്കാതെ തന്നെ ഒഴിഞ്ഞു മാറുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. പലതവണ ഇന്ന് ദൗത്യസംഘം ആനയെ നേരിൽ കണ്ടു. രാവിലെ തന്നെ ആനയുടെ റേഡിയോ കോളർ സിഗ്നൽ ലഭിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ദൗത്യസംഘം തെരച്ചിൽ തുടങ്ങിയത്. എന്തായാലും ഈ ട്രാക്കിംഗ് ടീമിന് അധികം വൈകാതെ തന്നെ ആനയുടെ സാന്നിധ്യം നേരിട്ടറിയാൻ കഴിഞ്ഞു. മയക്കുവെടി സംഘം തന്നെ 100 മീറ്റർ അടുത്ത് നിന്ന് ആനയെ കണ്ടു. പലതവണ മയക്കുവെടി വെക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. എങ്കിലും ശുഭപ്രതീക്ഷയോടെ തന്നെ വൈകുന്നേരം വരെ ദൗത്യം തുടർന്നു. ഇന്ന് 5 മണിയായിട്ടും ദൗത്യം അവസാനിപ്പിച്ച് പിന്മാറാൻ സംഘം തയ്യാറായില്ല. വൈകിട്ട് ഏതാണ്ട് 6 മണി വരെ തന്നെ ദൗത്യസംഘം വനത്തിൽ തുടരുകയായിരുന്നു. 6 മണിക്കാണ് CCF ഇന്നത്തെ ദൗത്യം സംബന്ധിച്ച് വിശദീകരിച്ചത്. അവർ ഇന്ന് നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചും ആന ഒഴിഞ്ഞു മാറിയതിനെക്കുറിച്ചും വിശദീകരിച്ചു. പലതവണ മയക്കുവെടി വെക്കാൻ ശ്രമിച്ചതായും CCF സ്ഥിരീകരിച്ചു. 1-2 വട്ടം സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. ഇനി കൂടുതൽ ഡാർട്ടിംഗ് ടീം വന്നതിന് ശേഷമാണ് അതിന്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാൻ സാധിക്കുന്നത്. ഡാർട്ട് ചെയ്യണ സമയത്ത് ആന കുറച്ചൊരു പരിഭ്രാന്തരാവും. അപ്പൊ അതിനനുസരിച്ചുള്ള സെക്യൂരിറ്റി നമുക്ക് എൻഷുർ ചെയ്യാനുണ്ട്. രാത്രി നമ്മൾ 13 ടീമുകൾ ഇന്നലത്തെ അതേ രീതിയിൽ തന്നെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. അതേ രീതിയിൽ തന്നെ ഇന്ന് നമ്മൾ തുടരുന്നതായിരിക്കും. എന്തായാലും നാളെയും ഇതേ രീതിയിൽ തന്നെ ദൗത്യം തുടരാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ഇന്നുണ്ടായിരുന്ന സന്നാഹം മുഴുവൻ നാളെയും ഈ ദൗത്യത്തിൽ പങ്കുവഹിക്കും. അതുപോലെ ഇന്നലെ രാത്രി പ്രദേശത്ത് വലിയ രീതിയിൽ പട്രോളിംഗ് ഉണ്ടായിരുന്നു. വനംവകുപ്പിന്റെ 13 സംഘങ്ങളും അതുപോലെ പോലീസിന്റെ 5 സംഘങ്ങളും പ്രദേശത്ത് പട്രോളിംഗ് നടത്തിയിരുന്നു. അത് ഇന്ന് രാത്രിയും തുടരുമെന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പോലീസും അതേപോലെ തന്നെ സന്നാഹങ്ങൾ ഒരുക്കും. എന്തായാലും 4ാം ദിവസത്തിലേക്ക് ദൗത്യം കടക്കുമ്പോൾ നാളെ എങ്ങനെയെങ്കിലും ആനയെ പിടികൂടാനുള്ള ശ്രമം തന്നെയാണ് വനംവകുപ്പ് നടത്തുന്നത്. നാളെയും ഇത്രയും സന്നാഹങ്ങളുമായി തന്നെ അതിരാവിലെ തന്നെ ദൗത്യം തുടങ്ങും എന്നാണ് വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത്.